ഇനി ഇത് ചെമ്പാണ് നമ്മൾ അനുമാനിക്കുക. ഈ ചെമ്പ് എങ്ങനെയാണ് ദേവസ്വം അറിയാതെ കൊണ്ടുപോകുന്നത്? എന്തിനാ ഈ മണ്ടന്മാർ അവിടെ ഇരിക്കുന്നത്? അവർ മണ്ടന്മാരാണോ? ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നവരാണോ? എന്താണ് അവരുടെ ഉദ്ദേശം? ഇവരവിടെ ഇരിക്കുന്നതിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുകൊടുക്കാനും ഇവിടുന്ന് ഇതെടുത്ത് കൊണ്ടുപോകാനൊക്കെ. പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് എന്തിനാണ് അവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നത്? ഇവർക്ക് എന്താണ് പണി? ഇവർ എന്തിനാണ് തിന്ന് അവിടെ ഇരിക്കുന്നത്? എന്തടിസ്ഥാനം? രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ നിയമനങ്ങളാണ് നടത്തുന്നത്. അവർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? എന്നിട്ട് അത് അപ്പോൾ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. അപ്പോൾ അത് തന്നെ വലിയ ഗുരുതരമായ ക്രമക്കേട് അവിടെ തന്നെയുണ്ട്. ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് അതും ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്കെതിരെ സത്യത്തിൽ കേസിടണം. കാര്യം ചെമ്പ് പോയി എന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് വിളിക്കുന്നത് അവിടെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഇടനിലക്കാരൻ, ഒരു ദല്ലാൾ അവിടുന്ന് സാധനം എടുത്തു കൊണ്ടുവന്നു. സാധനം എടുത്തുകൊണ്ട് മാത്രമല്ല നാട് മുഴുവൻ പ്രദർശിപ്പിക്കുന്നു, സർക്കസ് പോലെ. ഇവിടുത്തെ ഇത് മാത്രമാണ് എന്ത് ഉറപ്പ്? ഇതിപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞനുസരിച്ച് മനസ്സിലാക്കുന്നിടത്തോളം അവിടുത്തെ ഇതിനൊക്കെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ശരിക്കും പറയാൻ പോകേണ്ടതാണ്. അന്ധവിശ്വാസമായ കാര്യങ്ങൾ അവിടുത്തെ ഒരു പാളി, അതായത് ക്ഷേത്രത്തിന് പുറത്തുള്ള അതായത് വിഗ്രഹിക്കുന്ന ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ദ്വാരപാലകന് പുറത്തുള്ള ഈ പാളിയാണ് എടുത്തുകൊണ്ടായിട്ടുള്ളത്. ഇത് നാട് മുഴുവൻ പൂജിപ്പിക്കുന്നു. അപ്പോൾ അതിന് വലിയ വരുമാനമുണ്ട്. ഈ വിഗ്രഹം എന്നല്ല, പാളി കണ്ട് അത് വീട്ടിൽ കൊണ്ട് അനുഗ്രഹം നേടുന്ന സെലിബ്രിറ്റികളും അങ്ങനെ വലിയൊരു മൂഢഭക്തന്മാരുടെ വേറെ ഒരു വിശേഷമുണ്ട്. കാര്യം അവരൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ആണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നവർ പക്ഷേ മറ്റൊരു ഹർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അന്ധവിശ്വാസ എലമെൻറ്റ്സ് ധാരാളം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം വേറെ ചോദ്യം ചോദിക്കേണ്ടതാണ്. എങ്കിലും ഇത് കൊണ്ട് നാട് മുഴുവൻ പ്രദർശിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ പൈസ സമാഹരിക്കുക, പണം സമാഹരിക്കുക, അവർ കൃത്യതയില്ലായിരിക്കുക. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഒരു ദേവസ്വത്തിൻ്റെ സർക്കാരിൻ്റെ മൂക്കിൻ്റെ താഴെയാണ്. പിന്നെ എന്തിനു ഇതൊക്കെ നിൽക്കുന്നു? മാത്രമല്ല ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ഒരു പക്ഷേ അത് പിന്നീട് അജിമിസ് ചർച്ചയ്ക്ക് എടുക്കുന്ന കാര്യം, രാഷ്ട്രീയ പ്രശ്നമായി മാറ്റിയില്ലേ അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയതാണ്. അങ്ങനെ കേരളത്തിൽ എത്ര സവിശേഷ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് അയ്യപ്പൻ എന്ന അയ്യഭക്തരുടെയും ഒരു വിഭാഗം ആൾക്കാരുടെയും പ്രശ്നമാണ്. കേരളത്തിൽ മറ്റേ സമൂഹത്തിനും മറ്റ് ധാരാളം പ്രശ്നങ്ങൾ കേരള സമൂഹത്തിൽ വേറെ നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം. അങ്ങനെ അയ്യപ്പനെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയത്തിൽ എങ്ങനെ ബിൽഡപ്പ് ചെയ്തു? ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട്, ഇലക്ഷന് വേണ്ടി ബിൽഡപ്പ്. അതിൽ ആരാണ് അതിൻ്റെ ഗുണഭോക്താവെന്ന് കണ്ടറിയാവുന്ന കാര്യം. പക്ഷേ അങ്ങനെയാണ് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. വളരെ ആസൂത്രിതമായിട്ട് തന്നെ അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ പണിയാണിത്. കാര്യം അയ്യപ്പനെ കേന്ദ്രീകരിച്ചൊരു പുതിയൊരു ഇത് നമ്മൾ കേരളത്തിൽ ശബരിമല സമയത്ത് കണ്ടതാണ്. അപ്പോൾ ശബരിമല കേരളത്തിൽ പ്രധാനപ്പെട്ട മാത്രമല്ല തീർത്ഥാടനം ആരംഭിക്കാൻ പോവാണ്. വൃശ്ചിക മാസം വരാൻ പോവാണ്, തീർത്ഥാടനം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഗുരുതരമായ വലിയ ചർച്ചാ വിഷയമായി മാറും. തൊട്ടുപുറത്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിലെന്താണ് ഇതിൻ്റെ അകത്ത് പ്ലാൻ? അതോ വഴിവിട്ട് പോയതാണോ? ഈ ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചൊരു അയ്യപ്പനെ കേന്ദ്രീകരിച്ച രാഷ്ട്രീയം കൈവിട്ട് പോയതാണോ എന്താണെന്നൊക്കെ ഇനി കണ്ടറിയാനുള്ളൂ. ഞാൻ എൻ്റെ പുറത്ത് നമുക്ക് ആരോടും ഉന്നയിക്കില്ല. പക്ഷേ ചുരുക്കി പറയുകയാണ് സംഭവിച്ചത് എന്താണ്? ഇത് ഒരു ഉത്തരവാദിത്തമില്ല ദേവസ്വം, ഒരു ഉത്തരവാദിത്തമില്ല. ഇവർ എങ്ങനെ കൊണ്ട് ഇത് ബേസിൽ പറഞ്ഞ കാര്യം, ഈ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനം, അതിനാണ് ദേവസ്വം. അതിലാണ് അവർ ഉത്തരവാദം. നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ മറുപടി കൃത്യം എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ദേവസ്വം മന്ത്രി ദീർഘകാലം ഇരുന്ന ഒരാളാണ്, എന്തുകൊണ്ട് മറുപടി പറയാൻ പറ്റുന്നില്ല? തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടോ ചോദിച്ചാൽ ഇല്ലയെന്നോ ഉണ്ടോന്നോ, ഉണ്ടെങ്കിൽ തന്നെ എന്താണെന്ന് ഇല്ലെന്ന് പറയാൻ എന്താ ആൾക്ക് സാധിക്കാത്തത്? ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, CPM-ൻ്റെ മന്ത്രിയായിരുന്നു, ദേവസ്വം മന്ത്രി, അയാൾക്കത് പറയാൻ പറ്റുന്നില്ല, നിഷേധിക്കാൻ വരെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം എന്താണ് കാണിക്കുന്ന? കേരളത്തിൽ ഒന്നാമത് രാഷ്ട്രീയവൽക്കരിച്ചു, അവിടെ മുഴുവൻ കൃത്രിമത്താണ് നടന്നിട്ടുള്ളത്. നടന്ന മുഴുവൻ തന്നെ ഒരു വ്യക്തതയില്ലാത്തതാണ്. അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ ഭക്തർക്കിടയിൽ പ്രശ്നം. അതിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ദാമോദർ പ്രസാദ് ചൂണ്ടിക്കാട്ടിയതാണ്. ഒന്ന്, സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു. ഇത് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് അറിയില്ല, അറിയുമോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, പത്മകുമാറാണ് ഇത് ദേവസ്വം മാനുവൽ ലംഘിച്ച് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് ആരോപിക്കുന്ന മറ്റാരുമല്ല, മറ്റൊരു സംസ്ഥാന കമ്മിറ്റിയായ അനന്തഗോപനാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. PS പ്രശാന്ത് പറയുന്നു എൻ്റെ കാലത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് പ്രശാന്ത് മാത്രമല്ല VN വാസവൻ കൂടിയാണ്. അതായത് പാർട്ടിക്കകത്ത് തന്നെ ഈ കാര്യത്തിൽ കൃത്യതയില്ല. അതിൽ ആ കൊണ്ടുപോയ സമയത്തുള്ള ആളുകൾ തൂങ്ങിക്കോട്ടെ എന്നാണ് പാർട്ടിയും കരുതുന്നത്. അങ്ങനെയാണോ? അതിലെനിക്ക് തോന്നുന്നു കൃത്യതയുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഇവരെ സംസാരത്തിൽ മനസ്സിലാക്കുന്ന കാര്യം, CPM-ൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിക്കുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ നമ്മൾ തീർച്ചയായും കേൾക്കാനും അദ്ദേഹം എല്ലാ സമയത്ത് ഇത് പറയുന്നത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 3 പേരുടെ അഭിപ്രായം സമാനമാണ്, ഒരാൾ വ്യത്യസ്ത അഭിപ്രായം. ഇതിൻ്റെ അകത്തൊരു CPM-നകത്തൊരു തർക്കം തന്നെ കാണാൻ പറ്റും. അതായത് PS പ്രശാന്തിൻ്റെയും കോൺഗ്രസിൽ നിന്ന് പിന്നീട് വന്ന് CPM-ആയി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെയും മന്ത്രി വാസവൻ്റെ അഭിപ്രായം വളരെ കൃത്യമാണ്. സുവ്യക്തമായി തന്നെ അവർ സംസാരിക്കുന്നത്. അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അനന്തഗോപൻ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും അനന്തഗോപൻ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. ഒരാളാണ് പുറത്ത് നിൽക്കുന്നത്, അത് പത്മകുമാറാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ന്യായം കൊണ്ടുവരുന്നത്. ചെമ്പാണ്, അൽക്കമിയ നടന്നത്, മാധ്യമത്തിൻ്റെ അൽക്കമിയാണ്, കോടതിയുടെ അല്ല, കോടതിനെ പറഞ്ഞില്ല തുടങ്ങിയ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കൃത്യമായിട്ട് ആരാണ് ഉത്തരവാദി, ആരുടെ കാലത്തിലാണ് നടന്നത് വളരെ കൃത്യമായിട്ട് ഒരു അവ്യക്തതയില്ല. VN വാസവനും പ്രശാന്തും അനന്തഗോപനും വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അത് CPM-ൻ്റെ അകത്തുള്ള രാഷ്ട്രീയമാണ്.